ഹലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്യാമറയിൽ ഇങ്ങനെ ഡയറക്റ്റായി നോക്കി സംസാരിക്കുന്നത്. അതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കഴിഞ്ഞ നമ്മുടെ 10 മൈ ലൈഫിന് നല്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നും ഒരു 10 മൈ ലൈഫാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ എണീറ്റ പാടാണ് വീഡിയോ എടുക്കുന്നത്. സമയം ഒരു 5:15 ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോയി ബ്രഷ് ചെയ്ത് നിസ്കാരമൊക്കെ കഴിക്കണം. പിന്നെ നേരെ വീഡിയോയിലോട്ട് പോവാം. 2 മക്കളും കിടന്നുറങ്ങുക കേട്ടോ. തലേന്ന് രാത്രി തന്നെ ആളെ യൂണിഫോമും എല്ലാം ഇവിടെ എടുത്തു വെക്കും കേട്ടോ. നേരം വെളുത്ത് കഴിഞ്ഞാൽ എന്തോ പെട്ടെന്ന് ടൈമൊക്കെ ഓടി പോകുന്നത് പോലെ തോന്നും. എങ്ങാനും നേരം വൈകാലോ വിചാരിച്ച് രാത്രി തന്നെ ഒക്കെ സെറ്റാക്കി വെക്കാറാണ്. നമസ്കാരമൊക്കെ കഴിഞ്ഞു. ഫാനിൻ്റെ ചെറിയ ശബ്ദം ഉണ്ടാവും കേട്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഒന്നുകൂടി ബെറ്റർ ആക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ എന്തായാലും പറയണം. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻറ്റിൽ പറയുക. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് താഴത്തോട്ട് പോകാം. മോൾക്ക് സ്കൂൾക്കുള്ളതൊക്കെ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. തലേന്ന് രാത്രി തന്നെ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതാവുമ്പോൾ രാവിലെ പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കറിൽ വെന്ത് കിട്ടിക്കോളും. അതിനിടയ്ക്ക് ഇവർ എണീറ്റോന്ന് വന്ന് നോക്കിയതാട്ടോ. ഒരാൾ ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ടുമാണ് കിടക്കുന്നത്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വേഗം ഒന്ന് മാറ്റി വെക്കാം. സമയത്ത് പുറത്തൊക്കെ നല്ല മഴയാണ്. നിങ്ങൾ അവിടെ മഴയുണ്ടോ ഇല്ലയെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന ശേഷമാണ് കട്ടിംഗ് ബോർഡൊന്നും യൂസ് ചെയ്യാതെ കയ്യിൽ വെച്ചിട്ട് തന്നെ എല്ലാം അരിയാൻ പഠിച്ചത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ആട്ടോ. എനിക്ക് ഈ പത്തിരിക്ക് എപ്പോഴും പൊടി ഇങ്ങനെ വാട്ടാൻ അറിയില്ല. അപ്പത്തിന് ഇതേ ഉമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ അതേ പത്തിരിക്കുള്ള പൊടിയെല്ലാം അവിടെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മുടെ പയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി അതങ്ങ് അടച്ച് വെച്ച് ഒരു 2 വിസിലും കൂടി വന്നോട്ടെ. ആ സമയം കൊണ്ട് കറിയിലേക്കുള്ള തേങ്ങയും കൂടി അരച്ചെടുക്കാം. കറണ്ട് കൊണ്ടുള്ള എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് വെക്കണതാവട്ടോ നല്ലത്. ഇപ്പം കറണ്ടിന് വിശ്വസിക്കാൻ പറ്റാത്ത കാലമായിക്കാണ്. ഈ കറണ്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് 2 ആൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഒരാൾ ഉപ്പാൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഇയാൾക്ക് എണീറ്റ് വന്നാൽ ചില ദിവസം ഞാൻ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആൾക്ക് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ആൾ വന്നിട്ടുണ്ട്. തെറ്റാ ചിരിച്ചു തരുമോ? ചിരിച്ചാ മച്ചക്കൊന്ന് ചിരിച്ചു തരുമോ? മച്ചൊരു സ്വത്താണ് കേട്ടാ. എൻ്റെ കയ്യിൽ മച്ചക്ക് തരുമോ? മച്ചക്ക് തരുമോ? ഇല്ലേ? ഓക്കെ.
പത്തിരിക്ക് വാട്ടി വെച്ച മാവ് നിന്ന് ഞാൻ മോനിക്ക് വേണ്ടിയിട്ട് ലഞ്ചിനുള്ള കുഞ്ഞി പത്തിരി ഉണ്ടാക്കുക കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഇതേ ഇങ്ങനെ. ഇനി ഇത് ഇഡ്ഡലി തട്ടിൽ ഒരു അരിപ്പ വെച്ച് ആവിക്ക് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതേ അത് നിരത്തി വെച്ച് കൊടുത്ത് ഇനി അത് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. ഇവിടെ പത്തിരി അണിച്ചാൽ ഉപ്പാക്ക് തേങ്ങാപ്പാൽ നിർബന്ധം കേട്ടോ. എന്നും മോർണിംഗ് എണീറ്റ് വന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്ന പണിയാണ് മോനിക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം തിളപ്പിക്കൽ. ഇന്ന് ആ ഒരു കാര്യം മറന്നിരുന്നു. അങ്ങനെ ആദ്യം അത് വേഗം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പത്തിരി ഞങ്ങൾ പ്രസ്സിൽ അമർത്തിയിട്ടാണ് ചട്ടിയിലേക്ക് ഇടാറ്. ഇനി കുഞ്ഞി പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കാൻ കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 2 കുഞ്ഞുള്ളി, കുറച്ച് ചെറിയ ജീരകം, ഒരു ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് അപ്പത്തിന് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിൽ ഒന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ അതേ പത്തിരി ചുടുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ മോനെ കുളിപ്പിക്കാൻ വേണ്ടി പോയിട്ടോ. ബാക്കിയെല്ലാം ഉമ്മയാണ് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മോനെ കുളിപ്പിച്ച് ആൾക്ക് ദൈന്യ ഭക്ഷണം വാരി കൊടുക്കുകയാണ്. മോർണിംഗിൽ എപ്പോഴും ഞാനാട്ടോ വാരി കൊടുക്കാറ്. ആള് കഴിക്കാനിരുന്ന ഇപ്പോഴൊന്നും കഴിയൂല. അപ്പോൾ 2 പേർക്കും ഒരുമിച്ച് അങ്ങ് വാരി കൊടുക്കാറാണ് പതിവ്. അതാവുമ്പോൾ 2 പേരെയും ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞോളും. ഞാനാണെങ്കിൽ എല്ലാ നേരവും ഞാൻ വാരി കൊടുത്താൽ അത്രയും സന്തോഷം എന്ന് വിചാരിക്കുന്നവനാട്ടോ. പക്ഷെ എല്ലാ നേരവും ഞാൻ അതിന് നിൽക്കാറില്ല. അങ്ങനെ ഭക്ഷണം കൊടുക്കലിന് ശേഷം ആളെ ലഞ്ചും സ്നാക്സും എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലഞ്ച് ബോക്സ് ഇതുപോലെ ഒരു ടവലിൽ കെട്ടണം എന്നുള്ളത് നിർബന്ധം കേട്ടോ. രാവിലെ ആള് പോണത് വരെ നിന്ന് കറങ്ങാവും. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഇത് തന്നെയാവും. എങ്ങാനും ലേറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആളതെല്ലാം ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങാനും മറന്ന 8ന്റെ അല്ല 16ന്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. ഇനി ആളെ പെട്ടെന്ന് തന്നെ റെഡിയാക്കലാണ്. ആൾക്കാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് അടങ്ങിയിരുന്ന ശീലേ ഇല്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ്. ഇതാൾക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു വാച്ചാണ്. ഇത് കോംബോ ആണ്. ഇതിൻ്റെ ഒരു ബ്ലൂ കളറുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. റെഡി ആയി കഴിഞ്ഞപ്പോഴും ഒരു 15 മിനിറ്റ് ഉണ്ടായിരുന്നു ബസ് വരാൻ. അങ്ങനെ ബസ് വന്ന് ആളെ പറഞ്ഞയച്ച് അടുക്കള വന്നപ്പോഴത്തെ ഈ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴുകി വെച്ച് മോട്ടറിട്ട് കുടിക്കാനുള്ള വെള്ളം, ചോറ് വെക്കാനുള്ള വെള്ളം എല്ലാം പിടിച്ച് വെച്ച് ഭക്ഷണം കഴിച്ചു. ഇനി തീ ഊട്ടലാണ് സഹിക്കാൻ പറ്റാത്ത പരിപാടി. ഇതൊന്നും ചില സമയത്ത് കത്തി കിട്ടാനുള്ള ഇടങ്ങാറ് പറഞ്ഞാലും തീരൂല. ഈ ഫസ്റ്റ് ഇട്ടത് കത്തിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഇട്ടതാട്ടോ കത്തിയിട്ടുണ്ടായിരുന്നത്. ചകിരി ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ കത്തി കെട്ടിക്കോളും. അതിൻ്റെ ഇടക്ക് ഇതാക്കി ഇട്ടു. പിന്നെ ഇങ്ങനെ ഊതി ഊതി കത്തിച്ചാലേ അതങ്ങ് കത്തി കിട്ടുള്ളൂ. അരി കഴുകി മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് ഉമ്മാക്കും ഉപ്പാക്കും ബാങ്കിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ പോകുന്നതിൻ്റെ മുന്നേ ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മോനെ കൊണ്ട് എല്ലാം കൂടി ഒറ്റയ്ക്ക് നടക്കൂല. ഇന്ന് ഫുഡ് പ്രിപ്പറേഷനും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി പിന്നെ നേരെ തിരുമ്പാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് അത് അവിടെ തീരട്ടെ. ഇപ്പം മഴ ആയ കാരണം പെട്ടെന്നൊന്നും അങ്ങ് ഉണങ്ങി കിട്ടാറേ ഇല്ല. തലേന്ന് അലക്കിയിട്ട് തന്നെ ചിലത് മാത്രം ഉണങ്ങി കിട്ടുള്ളൂ. ഉണങ്ങിയതെല്ലാം എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അപ്പം തന്നെ മടക്കി വെക്കും. പിന്നീട് അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മടി പിടിക്കും. അതോട് കൈയോടെ തന്നെ അങ്ങ് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബെഡും ക്ലീൻ ആക്കി. ഞാനിതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഉമ്മ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ദേ ഇവിടെ തിളച്ച് തുടങ്ങിട്ടോ. അപ്പത്തിന് വാഷിംഗ് മെഷീൻ്റെയും കഴിഞ്ഞു. അങ്ങനെ എല്ലാം അയലിൽ വിരിച്ചിട്ട ശേഷം ഇയാളെ കിടത്തി ഉറക്കി. അപ്പോഴേക്കും ഉമ്മയും പോയിട്ടോ. ചെറിയ മോനെ എമി നാട്ട വിളിക്കുക. അവൻ എണീക്കുന്നതിന്റെ മുന്നേ എല്ലാ പണികളും കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ എണീറ്റ് ഒരു പൂച്ചുറക്കം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉപ്പേരിക്ക് മുരിങ്ങടലയാണ്. അപ്പം അതൊക്കെ പെട്ടെന്ന് അങ്ങ് ഊരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ സവാളയും പച്ചമുളകും ഉപ്പ് ഇടുക. പിന്നെ നമ്മുടെ മുരിങ്ങടലയും ഇട്ട് കൊടുത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വെച്ചിട്ട് ഒരു 2 മുട്ടയിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് ചിക്കിയെടുത്ത ശേഷം എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചീരുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ചോറിങ്ങനെ വാർക്കാൻ ഭയങ്കര പേടിയാണ്. ഞാനിങ്ങനെ കുറച്ച് അരിപ്പയിൽ വെച്ചിട്ടാട്ടോ ഊറ്റിയെടുക്കാറ്. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇനി വിശാലമായിട്ടൊരു കുളി അങ്ങ് പാസ്സാക്കിയിട്ടുണ്ട്. ഇനി നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അങ്ങ് ചോറ് തിന്നാൻ പോകണം. ഇന്നാണെങ്കിൽ 2 മണിക്കാണ് ചോറ് കഴിക്കുന്നത്. ഇനി ഇതേ ആ ഇരിക്കുന്ന ആൾ ഉറക്കിയിട്ട് വേണം എനിക്കൊന്ന് ഉറങ്ങാൻ. അസർ നിസ്കാരം കഴിഞ്ഞു. ഇതേ മോനും എത്തിയിട്ടുണ്ട്. ഇനി ആൾക്ക് പെട്ടെന്ന് തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. ആളെപ്പോഴും അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല. ഇന്ന് നല്ല പാൽ ചായയും പിന്നെ നമ്മുടെ മിക്സറായിരുന്നു. മിക്സറല്ല മിക്സ്ചർ എന്നല്ലേ പറയുക, നമ്മൾ മിക്സർ അത്ര മതി. ചായടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ആൾ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ അടുക്കളയിൽ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനും ഇതേ കാർട്ടൂൺ വന്ന് കാണുകയാണ്. ഞാൻ അങ്ങനെ കാർട്ടൂൺ ഫാനൊന്നുമല്ല, പക്ഷേ T2 എന്ന് പറഞ്ഞ ഈ ഒരു കാർട്ടൂൺ ഞാൻ കാണും. ഇത് കണ്ടുകൊണ്ടിരിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഈവനിങ് വരെ ഞാനൊരു 10 My Life ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി Day 3 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.